हो गए बाबा के हम, बाबा हमारे हो गए बाबा के हम, बाबा हमारे हो गए। मिट गई माया की आंधी, मिट गई माया की आंधी, गम सभी वो खो गए बाबा के हम, बाबा हमारे हो गए। बाबा के हम, बाबा हमारे हो ഓം ശാന്തി. ഇന്നലെ നമ്മൾ ബാബ ശിവരാത്രിയുടെ അവസരത്തിൽ എങ്ങനെ സേവനം ചെയ്യണമെന്ന് സൂചിപ്പിച്ചതാണ് കേട്ടുകൊണ്ടിരുന്നത്. അതിൽ ലാസ്റ്റ് കുറച്ച് പോയിൻറ്റ്സ് ബാക്കിയുണ്ട്. बाबा ने क्लास में कहा कि जिस किसी भी वस्तु को मालूम हो, എന്നിട്ട് ബാബ പറഞ്ഞു, മക്കൾക്ക് ആർക്ക് എഴുതാനുള്ള കലയുണ്ടോ നിങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് എഴുതിക്കൊണ്ടുവരൂ എന്ന് പറഞ്ഞു ബാബ. ശിവരാത്രിയെ സംബന്ധിച്ച് ശിവപരമാത്മാവിൻ്റെ അവതരണ ഉത്സവത്തെക്കുറിച്ച് എങ്ങനെ ഗവൺമെൻറ്റിനെ ബോധ്യപ്പെടുത്തി കൊടുക്കണം, ഇതിനെക്കുറിച്ച് ആർക്ക് എഴുതാമോ എഴുതിക്കൊണ്ടുവരൂ പറഞ്ഞു ബാബ. ബാബാനെ ഹറേക്ക് കോ ബുദ്ധി സേ, അപ്പോൾ ജഗദീഷ് ഭായ് പറയണേ, ബ്രഹ്മ ബാബ ഓരോ കുട്ടികൾക്കും അവരവരുടെ ബുദ്ധിയെ പ്രവർത്തിപ്പിക്കാൻ, വിചാരസാഗര മഥനം ചെയ്യാൻ ഓരോ വിഷയം ഇപ്രകാരം ഇടയ്ക്കിടയ്ക്ക് ഹോംവർക്ക് പോലെ നൽകുമായിരുന്നു. അത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരും, ഒരു നല്ല അധ്യാപകൻ ക്ലാസ്സിൽ പഠിപ്പിച്ചതിന് ശേഷം വിദ്യാർത്ഥിക്ക് വീട്ടിൽ പോയി ചെയ്യാൻ ഹോംവർക്ക് കൊടുക്കുന്നത് പോലെയായിരുന്നു ബാബ. സർവർക്കും ക്ലാസ്സിൽ തന്നെ ബാബ ജനറൽ ഹോംവർക്ക് തരുമായിരുന്നു. ഇതിനെക്കുറിച്ച് എഴുതൂ. ഇസ് കാം കെ മിൽനെ സെ സബ്കോ, ഇപ്രകാരം ബാബയുടെ അടുത്തുനിന്ന് ഗൃഹപാഠം ലഭിക്കുമ്പോൾ കുട്ടികൾക്ക് ഓർമ്മ വരും, എൻ്റേത് ഈശ്വരീയ വിദ്യാർത്ഥി ജീവിതമാണ്. സാത്ത് സാത്ത് सभी की बुद्धि एक प्रकार से ज्ञान की दोहराई में, ഇതിനോടൊപ്പം തന്നെ എല്ലാവരുടെയും ബുദ്ധിയെ ജ്ഞാനത്തിൻ്റെ ആഴത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു ബാബ. शिव बाबा की महिमा कैसे सर्वोपरि और शिव बाबा का कार्य, ബാബ പറഞ്ഞു, ബാബയുടെ മഹിമയാണ് ഏറ്റവും ഉയർന്നത്, ബാബയുടെ കർത്തവ്യമാണ് സർവശ്രേഷ്ഠം. ഇതെങ്ങനെ എല്ലാവർക്കും ബോധ്യപ്പെടുത്തി കൊടുക്കും, അതിനെക്കുറിച്ച് എഴുതാൻ പറഞ്ഞു ബാബ. ഇത് കേട്ടതും കുട്ടികൾ എഴുതാനും ചിന്തിക്കാനും ആരംഭിച്ചു. അതിനുശേഷം ബാബ പറഞ്ഞു, നിങ്ങളിത് എഴുതി കൊണ്ടുവന്ന ഏറ്റവും നല്ല ലേഖനം ആരെഴുതുന്നു അത് ബാബ സെലക്ട് ചെയ്തിട്ട് എല്ലാ ഈശ്വരീയ വിദ്യാർത്ഥികളുടെയും കയ്യൊപ്പോടുകൂടി ഗവൺമെൻറ്റിന് ഇതിൻ്റെ കോപ്പി നൽകും. പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും എല്ലാവർക്കും ഓ സൻസദ് സദസ്യଙ୍କୁ भी भेज देगी. എന്നിട്ട് ബാബ അതിൽ പാർലമെൻറ്റിലെ അംഗങ്ങൾക്കും എല്ലാം കൊടുത്തു ഓരോ കോപ്പി. बाबा ने कहा गृह मंत्रालय के टिकट विभाग को भी ऐसा ही एक पत्र जाना चाहिए. എന്നിട്ട് ബാബ പറഞ്ഞു, ആഭ്യന്തര മന്ത്രാലയത്തിനും ഇതിൻ്റെ ഒരു കോപ്പി പോകണം. കാരണം ഉത്സവങ്ങളെ സംബന്ധിച്ച തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവർ ഇത്രയും മഹാകർത്തവ്യം ഭൂമിയിൽ ചെയ്യുന്ന പരംപിത ശിവപരമാത്മാവിൻ്റെ ദിവ്യ ജന്മ ഉത്സവം ശിവരാത്രി,
അവധി ദിനമായിട്ട് അവർ നോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാബ ആരാണെന്നും ബാബയുടെ ദിവ്യ കർത്തവ്യം എന്താണെന്നും എപ്പോഴാണ് അവതരണം ചെയ്യുന്നതെന്നും എല്ലാവരും അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ബാബ കംപ്ലീറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ അംഗങ്ങൾക്കും ഇതിനെ സംബന്ധിച്ച കോപ്പി വിതരണം ചെയ്തു. शिव बाबा की स्मृति में डाक टिकट बाबा ने उन्हीं दिनों शिवरात्रि के उत्सव पर एक सम्मेलन भी करने की प्रेरणा दी. ഒപ്പം ബാബ ശിവരാത്രി വേളയിൽ ഒരു വലിയ പ്രോഗ്രാം വയ്ക്കാനുള്ള പ്രേരണ കുട്ടികൾക്ക് നൽകി. ബാബ പറഞ്ഞു, ശിവ പരിചയ സമ്മേളൻ, പ്രോഗ്രാമിന് പേരിടാൻ പറഞ്ഞു. शिव परिचय सम्मेलन और इसमें चर्चा का विषय केवल शिव बाबा का परिचय ही हो. ശിവരാത്രി സമയത്തെ പ്രോഗ്രാമിലെ ടോപ്പിക് ഇത് മാത്രമായിരിക്കണം, ബാബയുടെ പരിചയം. इसमें विभिन्न धर्माचार्यों को निमंत्रण देकर, എന്നിട്ട് ബാബ പറഞ്ഞു പല റിലീജിയസ് ധാർമ്മിക നേതാക്കളെയും ഈ പ്രോഗ്രാമിലേക്ക് വിളിക്കൂ പറഞ്ഞു. इस त्रिदिवसीय सम्मेलन के प्रधान हो भारत के उच्चतम न्यायालय के न्यायाधीश ताकि कोई ബാബ പറഞ്ഞു 3 ദിവസത്തെ ഈ പ്രോഗ്രാമിൽ സുപ്രീം കോടതിയിലെ ജഡ്ജിയും ഉണ്ടായിരിക്കണം. इस सम्मेलन का साक्षी होकर ये कह सके कि उन्हें कौन सी बात युक्ति संगत लगी. കാരണം ഒരു ന്യായാധിപനാകുമ്പോൾ എല്ലാവരും പറയുന്നത് കേട്ടിട്ട് ഏറ്റവും യുക്തിയുക്തമായ തീരുമാനം ഏതാണ് ഉചിതമെന്ന് അദ്ദേഹത്തിന് തോന്നുന്നതെന്ന് വിലയിരുത്തട്ടെ. थोड़े ही दिनों के बाद शिवरात्रि का उत्सव आ पहुंचा. तब दिल्ली में बड़े धूमधाम से शिवरात्रि का उत्सव मनाया गया. അതിനുശേഷം ശിവരാത്രിയുടെ അവസരത്തിൽ ബാബയുടെ നിർദ്ദേശപ്രകാരം ഡൽഹിയിൽ വലിയ പ്രോഗ്രാം, വളരെ ആർഭാടപൂർവം ശിവരാത്രി ആഘോഷിച്ചു. ഇനി മമ്മയെക്കുറിച്ചാണ്. മാതേശ്വരിയുടെ ദേഹത്യാഗം 65 സംഭവം. ब्रह्मा बाबा और मादेश्वरी सरस्वती जी द्वारा ज्ञान मुरली तथा ज्ञान सितार के सुखद साथ सुनते हुए ബ്രഹ്മ ബാബയിലൂടെയും മാതേശ്വരി സരസ്വതി ജിയിലൂടെയും ജ്ഞാനമുരളിയും ജ്ഞാനവീണയും കേട്ട് സുഖാനുഭൂതിയിൽ ബ്രാഹ്മണ കുലത്തിലെ കുട്ടികൾ അതീന്ദ്രിയ സുഖത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു തങ്ങളുടെ ആധ്യാത്മിക ജീവിതയാത്രയിൽ. अनायास ही मादेश्वरी जी को तन की एक विकट परीक्षा ने आ घेरा. പെട്ടെന്ന് മമ്മയെ ശാരീരികമായ ഒരു വലിയ പരീക്ഷ മമ്മയെ വലയം ചെയ്തു. डॉक्टरों के परामर्श से और बाबा के निर्देश अनुसार, ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ബാബയുടെ ആദേശമനുസരിച്ച് കാൺപൂരിൽ നിന്നും ബോംബെക്ക് കൊണ്ടുപോകുകയും പ്രസിദ്ധമായ ഹോസ്പിറ്റലിൽ മമ്മയെ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. ഡോക്ടർ ലോഗോനെ കഹ കി യെ വ്യാധി, ഡോക്ടർമാർ പറഞ്ഞു വളരെ സീരിയസ് ആയിട്ടുള്ള രോഗമാണ്. परंतु परीक्षण करने पर पूरा मालूम होगा कि वास्तव में ചെക്ക് ചെയ്താലേ അറിയുള്ളൂ ഇതിൻ്റെ പൂർണ്ണരൂപം എന്താണെന്ന്. കുച്ച് ഭി ഹോ പരന്തു തബ് ഭി മാംഗി ആത്മിക് സ്ഥിതി. പക്ഷേ ആ സാഹചര്യത്തിലും മമ്മയുടെ ആത്മസ്ഥിതി ആനന്ദമയ ഹർഷിത മുഖമായിരുന്നു. വേ ബഡേ സെ ബഡി ശാരീരിക് വ്യാധിക്കോ, ഏറ്റവും വലിയ ശാരീരിക രോഗം നിങ്ങൾക്കറിയാലോ, മമ്മയെ ഗ്രസിച്ച രോഗം ക്യാൻസറായിരുന്നു. ആ സമയത്ത് നിങ്ങൾ ആലോചിക്കണം, 60കളിലൊന്നും ക്യാൻസറിനുള്ള മരുന്നുകളും ചികിത്സയൊന്നും ഇന്നത്തെ പോലൊന്നും ഇല്ലല്ലോ. ഏക ചോട്ടി മോട്ടി പരീക്ഷ മാനത്തെ ഹുയെ. പക്ഷേ മമ്മ ഇത്രയും വലിയ രോഗത്തെ
ഒരു ചെറിയ പരീക്ഷ പോലെ കണ്ട് അതിൽ 100% പാസ്സായി. വികട് രോഗ की परिस्थिति में स्थिति कैसे हो? മമ്മ എന്ത് ചെയ്ത് കാണിച്ചു? ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു രോഗം, ഒരു വ്യാധി ശരീരത്തെ പിടിക്കുമ്പോൾ ഇങ്ങനെ ഒരു വിപരീത പരിതസ്ഥിതിയിൽ സ്വസ്ഥിതി എങ്ങനെയായിരിക്കണം? मादेश्वरी जी सदा अपनी ज्ञान वाणी के द्वारा कहा भी करते थी कि ज्ञान एवं योग के इस मार्ग पर മമ്മ തൻ്റെ ജ്ഞാനമുരളിയിൽ പറയുമായിരുന്നു, ജ്ഞാനവും യോഗവും ഈ മാർഗത്തിലൂടെ നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ ലക്ഷ്യത്തിലെത്തിച്ചേരുന്നതിന് മുൻപ് പല പരീക്ഷകളും വരും. ആ പരീക്ഷകളെയെല്ലാം നമുക്കെല്ലാവർക്കും മറികടക്കണം. हमें चाहिए कि उन्हें अपने ही पूर्व कर्मों का हिसाब किताब माने. ആദ്യം സ്വയം അംഗീകരിക്കണം, ഈ പരീക്ഷകളെല്ലാം എൻ്റെ പഴയ കർമ്മ അക്കൗണ്ടുകളുടെ പൂർത്തീകരണത്തിനാണ്. और इस दृष्टिकोण के द्वारा हम സ്വയം ഇത് ബോധ്യപ്പെടുമ്പോൾ വ്യക്തി വ്യാധിയുടെ ടൈമിൽ അല്ലെങ്കിൽ വിപരീത സാഹചര്യം ക്രോസ് ചെയ്യുമ്പോൾ തൻ്റെ സന്തോഷം നിലനിർത്തിക്കൊണ്ട് തന്നെ പരീക്ഷകളെ ക്രോസ് ചെയ്യും. परंतु ये तभी संभव होगा जब हम इन ज्ञान बिंदुओं को, പക്ഷേ ഇതെപ്പോഴേ സാധ്യമാകൂ, अपनी बुद्धि में धारण किए रहेंगे और ये बीमारी एक प्रकार से हमारा, ഈ ജ്ഞാനബിന്ദുക്കൾ നമ്മുടെ ബുദ്ധിയിൽ ധാരണയാകണമെങ്കിൽ, ജ്ഞാനബിന്ദുക്കൾ ബാബ നൽകിയിരിക്കുന്ന ജ്ഞാനബിന്ദുക്കൾ ധാരണയിലുണ്ടെങ്കിലേ ഈ രീതിയിൽ നമുക്ക് കാര്യങ്ങൾ സാഹചര്യങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ കഴിയും. ഏ ബിമാരി ഏക് പ്രകാർ സെ ഹമാര, മാമ പറഞ്ഞിരുന്നു, ശാരീരിക രോഗങ്ങളെല്ലാം ഒരു തരത്തിൽ നമ്മുടെ പഴയ കണക്കുകളുടെ സെറ്റിൽമെൻറ്റിനുള്ള ഒരു നിമിത്ത മാത്ര മാർഗമാണ് മക്കളെ. മാ कहती जब किसी का ऋण चुकता है तब तो उससे खुशी होती है ना. എൻ്റെ മമ്മ ഉദാഹരണം പറഞ്ഞിരുന്നു, കുട്ടികളെ പൊതുവെ ഭൗതിക രീതിയിൽ നോക്കിയാൽ ഒരാൾക്ക് ഒരു കടം ഉണ്ടായിരുന്നു, ആ കടം വീട്ടാൻ കഴിഞ്ഞാൽ കടം വീട്ടിയ ആൾക്ക് സന്തോഷമല്ലേ, എൻ്റെ കടം തീർന്നു, ഞാൻ കടം വീട്ടി. ആൾ ലൈറ്റ്നെസ് ഫീൽ ചെയ്യും, ഭാരം പോയ ഒരു ഫീലിംഗ് ഉണ്ടാവും. അതേപോലെ ഒരു രോഗം ശരീരത്തിന് വന്ന് നീങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ഓർമ്മ വേണം, എൻ്റെ കടം തീർന്നുകൊണ്ടിരിക്കുകയാണ്, ഭാരം ഇറങ്ങുകയാണ്. അപ്പോഴേ നിങ്ങൾക്ക് സന്തോഷത്തിലിരിക്കാൻ കഴിയും. कभी वो समझाती कि रोग के सामने घबराने की. മമ്മ ചില സമയത്ത് പറഞ്ഞിരുന്നു, മക്കളെ ശാരീരിക രോഗം വരുമ്പോൾ പരിഭ്രമിക്കേണ്ടതില്ല, പകരം ഓർമ്മയിലിരുന്ന് കർമ്മത്തിൻ്റെ അക്കൗണ്ടുകൾ സെറ്റിൽ ചെയ്യുമ്പോൾ ശിവബാബയുടെ മഹിമകൾ സ്മരിച്ചുകൊണ്ടിരിക്കും. നിരാകാരനായ ശിവബാബയുടെ നിരന്തര സ്മൃതിയിലിരുന്ന് ആനന്ദവും ശക്തിയും പ്രാപ്തമാക്കാനുള്ളൊരു അവസരമാണ് രോഗം. രോഗം വരുമ്പോൾ റെസ്റ്റ് എടുക്കേണ്ടി വരും, ചികിത്സയിലിരിക്കും. ആ സമയത്ത് മമ്മ പറയുമായിരുന്നു, കംപ്ലീറ്റ് റെസ്റ്റ് കിട്ടുക അർത്ഥം എന്താ? ആ സമയത്ത് രോഗശയ്യയിലാണ് അർത്ഥം. ശയ്യയിൽ എന്തിനാണ് കിടക്കുന്നത്? പരമാത്മ സ്മൃതിക്ക് അവസരം കിട്ടിയിരിക്കുകയാണ്. ബെഡ് റെസ്റ്റ് എന്നല്ലേ പറയാം. അപ്പം അമ്മ പറഞ്ഞു, അതെന്തിനുള്ള സമയമാണ്? ഓർമ്മയിലൂടെ ശക്തി നിറയ്ക്കാൻ, ആനന്ദത്തിലിരിക്കാനുള്ള അവസരമാണ്. വർണ്ണത്ത് മനുഷ്യ കബി ഫുർസദ്, അല്ലെങ്കിൽ മനുഷ്യന് ഒരിക്കലും ഒന്നിന് സമയമില്ല പറഞ്ഞ ഓട്ടമല്ലേ. അപ്പോൾ രോഗം വരുമ്പോൾ പിന്നെ സമയമില്ല പറയില്ലല്ലോ. റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ, അതും വലിയ രോഗമാണെങ്കിൽ കൂടുതൽ സമയം റെസ്റ്റ് കിട്ടും. അപ്പം അമ്മ പറഞ്ഞു, ആ റെസ്റ്റ് ടൈം നിങ്ങൾ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കും. അത് ഈ രോഗ की बलहारी है
അതുകൊണ്ട് രോഗം വരുമ്പോൾ നിങ്ങൾ ആ രോഗത്തിനോട് നന്ദി പറയണമെന്ന് പറയായിരുന്നു മമ്മ. പ്രഭു മിലനത്തിനുള്ള സുഖകരമായ അനുഭവം എനിക്ക് നൽകാനാണ് ഈ രോഗം വന്നത്. അതാ इस अवस्था को योग द्वारा अविनाशी कमाई केले. അഥവാ രോഗം വന്ന ആ സമയം അവിനാശിയായ സമ്പാദ്യം ഭഗവത് സ്മൃതിയിലിരുന്ന് സമ്പാദിക്കാനുള്ള സുവർണ അവസരമായി താങ്കൾ കരുതണം. ഈശ്വരീയ ലഗനിൽ ഭഗവാനോടുള്ള ഇഷ്ടത്തിൽ മുഴുകി പുരുഷാർത്ഥത്തിൽ മുഴുകണം. ദുഃഖ് ദേനെ വാലി പരിസ്ഥിതി മേം തോ പ്രഭു കി യാദ്. രോഗം ഒരു തരത്തിൽ വേദന, ദുഃഖം നൽകുന്നതാണെങ്കിലും ആ പരിതസ്ഥിതിയിൽ പോലും പ്രഭുവിൻ്റെ ഓർമ്മ സ്വതവേ വരണം. मादेश्वरी जी ये भी कहा करती थी कि हम ये तन तो अब प्रभु को दे चुके हैं. മമ്മ പറഞ്ഞിരുന്നു, നമ്മൾ നമ്മുടെ ഈ ശരീരത്തിനെ പ്രഭുവിന് സമർപ്പിച്ചു കഴിഞ്ഞതാണ്. പ്രഭു അർപ്പിതമാണ് ഈ ശരീരം. അബിസ്മേ ഹമാര മമത്വ. ഇനി നമുക്ക് ഈ സ്വന്തം ദേഹത്തോട് മമത്വം ഉണ്ടാക്കരുത്, എൻ്റേതെന്ന്. കാരണം എന്താ? ഇനി ഇതെൻ്റെ അല്ല, ആരുടേതാണ്? പ്രഭുവിന് സമർപ്പിച്ചതാണ്. ഇതിനോട് ആസക്തി ഉണ്ടാകരുത്. अब जबकि हम जान चुके कि शरीर हमारा रथ है, നമുക്കറിയാം ഇത് രഥമാണ്, ഞാനാണ് രഥി. ഇത് രഥമാണ്, ഞാൻ രഥിയാണ്. तो हमें साक्षी होकर के. അതുകൊണ്ട് രഥത്തിന് എന്തെങ്കിലും റിപ്പയർ വരുമ്പോൾ രഥി സാക്ഷിയായിരുന്നു കൊണ്ട് രഥത്തെ സംരക്ഷിക്കണം. വണ്ടിക്ക് റിപ്പയർ ചെയ്യുമ്പോൾ ഡ്രൈവർ സാക്ഷി സ്ഥിതിയിലിരുന്നുകൊണ്ട് വണ്ടിയുടെ റിപ്പയർ ചെയ്യണം. ഇസ്കെ കാരൺ സെ കഭി ലേശ് മാത്ര ഭി. വണ്ടി കേടായതിൻ്റെ പേരിൽ, റിപ്പയറിങ് നടക്കുന്നതിൻ്റെ പേരിൽ അല്പം പോലും ദുഃഖം ഡ്രൈവർക്ക് ഉണ്ടാക്കരുത്. മുഖത്ത് ദുഃഖത്തിൻ്റെ അടയാളം പോലും കാണപ്പെടരുത്. മാതേശ്വരി ജിനെ കൈ ബാർ സംജായ ഥാ. പലതവണ മമ്മ പറഞ്ഞിരുന്നു, ആധ്യാത്മിക് പദ് പർ ഹരേക്ക് കെ സാമനെ. ആധ്യാത്മിക മാർഗത്തിൽ സഞ്ചരിക്കുമ്പോൾ ഓരോ യാത്രികരുടെ മുന്നിലും ചെറുതും വലുതുമായ പരീക്ഷകൾ അവശ്യം വരും. ജിतना जितना हम आध्यात्मिक क्षेत्र में ആധ്യാത്മിക മാർഗത്തിൽ മുന്നോട്ട് പോകും തോറും മായ മല്ലയുദ്ധക്കാരനെ പോലെ നമ്മുടെ അടുത്ത് വരും. ഉത്തനി ഉത്തനി ഏ പരീക്ഷയെ. അപ്പോൾ നമുക്കുള്ള പരീക്ഷകൾ മല്ലയുദ്ധക്കാരനെ പോലെ നിങ്ങളുടെ അടുത്ത് ബലവാന്റെ രൂപം കാണിച്ചുകൊണ്ട് വരും. ഏ തോ ഹമാരെ പുരുഷാരത് കി തീവ്രതക്കോ. അപ്പം മാമൻ പറഞ്ഞു, അങ്ങനെ ഓരോ പരീക്ഷകൾ മല്ലയുദ്ധക്കാരനെ പോലെ വരുമ്പോൾ മക്കൾക്ക് ഓർമ്മ വരണം, ഇത് എൻ്റെ പുരുഷാർത്ഥത്തിൻ്റെ തീവ്രതയെ അളക്കാനുള്ള പരീക്ഷ മാത്രമാണ്. और इनमें हमें अपनी स्थिति का ज्ञान होता है. പരീക്ഷ പരിതസ്ഥിതി പുറത്തുനിന്ന് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് തന്നെ വരുമ്പോഴും അമ്മ പറയുമായിരുന്നു സ്വസ്ഥിതി, ആത്മിക് സ്ഥിതിയെക്കുറിച്ചുള്ള അവബോധം ഉണ്ടാകണം. इसलिए इनमें घबराने की ज़रूरत है नहीं. അവബോധത്തിൽ ജീവിക്കുന്ന കുട്ടികൾക്ക്, ആത്മിക് സ്ഥിതിയിൽ ജ്ഞാനത്തിൻ്റെ ബോധത്തിൽ ജീവിക്കുന്ന മക്കൾക്ക് ഈ സാഹചര്യങ്ങളിൽ അല്പം പോലും പരിഭ്രമിക്കേണ്ടതില്ല. ഇപ്പം നമുക്ക് എല്ലാവർക്കും അല്ലേ, നാനാഭാഗത്തുനിന്നും ചെറുതും വലുതുമായ പേപ്പറിൻ്റെ ടൈമാണല്ലോ. ടോട്ടൽ ലോകത്തിന് പേപ്പറിൻ്റെ ടൈമാണ്. വിപരീത പരിതസ്ഥിതികളുടെയും പരീക്ഷകളുടെയും പ്രത്യേകിച്ച് വ്യാധിയുടെ, പകർച്ചവ്യാധിയുടെ ഒരു സമയം നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ബാബ എന്താ പറഞ്ഞേ? മമ്മയുടെ പാഠം എന്തായിരുന്നു? ഓരോ വരികളിലൂടെയും നമുക്ക് ലെസണല്ലേ, എങ്ങനെ ഈ സാഹചര്യം അതിജീവിക്കണം, പരിതസ്ഥിതിയെ സ്വസ്ഥിതി കൊണ്ട് നേരിടാൻ നമ്മൾ പ്രാപ്തമാക്കണം. ഈ സമയത്തേക്ക് വേണ്ടി ബാബ നമുക്ക് നൽകുന്ന ട്രെയിനിങ് പോലെയാണല്ലേ.
അതാണ് ഏതേത് സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴും ഭഗവാൻ അറിയാം എൻ്റെ മക്കൾക്ക് ഏത് സമയത്ത് എങ്ങനെയുള്ള പാഠം വേണം. बाबा की वाणियों में അഗ്രിം ശിക്ഷ, ബാബയുടെ വാണികളിലൂടെ नंबर 1 शिक्षणങ്ങൾ. शिव बाबा ने ब्रह्मा बाबा द्वारा ही ज्ञान के गहन तत्व अनेक प्रकार से समझाए थे, मानो कि वे हर एक को पहले से की. शिव बाबा ബ്രഹ്മ ബാബയിലൂടെ നൽകിയ മധുരമഹവാക്യങ്ങൾക്കുള്ളിൽ മുൻകൂട്ടി തന്നെ മക്കൾക്ക് ഓരോ തരത്തിലുള്ള സാഹചര്യങ്ങളെയും മറികടക്കാനുള്ള ജ്ഞാനബിന്ദുക്കളാൽ കുട്ടികളുടെ മാനസിക സ്ഥിതിയെ തയ്യാറാക്കിയിരുന്നു. बाबा ये कहा करते थे कि अब आप लोग अपने इस उच्च आध्यात्मिक पुरुषार्थ के द्वारा, ബാബ പറഞ്ഞിരുന്നു, മക്കളെ ഈ ഉയർന്ന ആധ്യാത്മിക ശിക്ഷണങ്ങളിലൂടെയും പുരുഷാർത്ഥത്തിലൂടെയും മാനവരിൽ നിന്ന് ദേവതയാകാൻ പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം ഇതാണ് കുട്ടികളെ, അബ് ആപ് സമ്പൂർണ്ണ പവിത്രതാക്കെ ദ്വാര, അതിനാൽ താങ്കൾ സമ്പൂർണ്ണ പവിത്രതയിലൂടെ നിരോഗി, സദാ ശാന്തവും സദാ സുഖപൂർണവും ആയ അവസ്ഥ പ്രാപ്തമാക്കും. പഠിപ്പ് പൂർത്തിയായി കഴിഞ്ഞാൽ അല്ലേ റിസൾട്ട് വരുമല്ലോ. അപ്പം സമ്പൂർണ്ണ പവിത്രതയും സമ്പൂർണ്ണ സുഖികളും സമ്പൂർണ്ണ നിരോഗികളുമായി മക്കൾ മാറും. ए रोग शोक इत्यादि आपसे अंतिम विदाई लेने के लिए आते हैं. ഈ രോഗശോകങ്ങളെല്ലാം ഇപ്പോൾ വരുന്നത് നിങ്ങളോട് ലാസ്റ്റ് വിട പറയാനാണ്. आप इसी दृष्टि से इन्हें देखिए. ഈ ദൃഷ്ടികോണിൽ വേണം നിങ്ങൾ ഈ രോഗശോകങ്ങളെല്ലാം കാണാൻ. നമ്മളെ വന്ന് ടച്ച് ചെയ്തിട്ട് പോവുകയാണ്. ദൈവാത്മാക്കളോട് വിട പറയുകയാണ്. എത്ര നാളത്തേക്ക് അല്ലേ? ബാബ പറയില്ലേ, ഇനി അടുത്ത അരക്കൽപ്പം രോഗവും ശോകവും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് വിട പറയാൻ വേണ്ടിയിട്ട് വരികയാണ്. ആപ് ഇസി ദൃഷ്ടി സെ ഇനെ ദേഖിയേ. ഈ ദൃഷ്ടികോണിൽ നിങ്ങളിതിനെ കാണൂ. ഇനെ സലാം കരിയേ. രോഗശോകങ്ങൾക്ക് സലാം കൊടുക്കൂ, പറയണം ബാബ, വിട നൽകൂ. ഇസ് ഹർഷ് മേ രഹിയേ. രോഗശോകങ്ങളുടെ ഇടയിലൂടെ കടന്നു പോകുമ്പോഴും താങ്കൾ സന്തോഷത്തിലിരിക്കൂ. ഇസ്കെ ബാദ് തോ ഹം ഇൻസെ മുക്ത് ഹോ ജായെങ്കെ. ഇതിനു ശേഷം ഈ ദൃശ്യം നാടകത്തിലേക്ക് കടന്നു പോകും. നമുക്ക് എല്ലാവർക്കും ഓർമ്മ വേണം, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ടെസ്റ്റ് പേപ്പറിൻ്റെയും കാലഘട്ടം ഇതും ഡ്രാമയിൽ ഇപ്പോഴത്തെ ദൃശ്യമാണ്. 2020 ദൃശ്യമല്ലല്ലോ 21, അതല്ല 22 അല്ലേ? ദൃശ്യം മാറാൻ പോവുകയാണ്. ഓരോ സെക്കൻഡ് ബൈ സെക്കൻഡ് ദൃശ്യങ്ങൾ നാടകശാലയിൽ സെക്കൻഡിൽ മാറും. ചില ദൃശ്യങ്ങൾ മാറാൻ സെക്കൻഡ്. ഇപ്പോൾ 2019 നോക്കൂ, 20 നോക്കൂ, അതിൻ്റെ ഇടയിൽ ദൃശ്യം മാറിയത് സെക്കൻഡുകൾക്കുള്ളിലല്ലേ? ബാബ പറയണേ, പിന്നീട് നിങ്ങളിതിൽ നിന്ന് മുക്തരാക്കും. और फिर जब काया मिलेगी फिर तो देवताओं के समान. ഇനി നിങ്ങൾക്ക് ബാബ പറയണേ, ദേവതകൾക്ക് സമാന നിരോഗി ശരീരം കിട്ടും. സർവ അംഗങ്ങളും സുന്ദരമായിരിക്കും, ഓരോ അവയവവും. അതേപോലെ അകാല മൃത്യുവോ ദുർമരണങ്ങളോ രോഗങ്ങളോ ഒന്നും ദേവലോകത്തിൽ ഉണ്ടാവില്ല. इस प्रकार के ज्ञान के अस्त्रों शस्त्रों से सुसज्जित. ഇപ്രകാരം ജ്ഞാനത്തിൻ്റെ അസ്ത്രശസ്ത്രങ്ങളാൽ അലങ്കരിച്ച് മാതേശ്വരിജി സദാ പ്രസന്ന മുദ്രയിൽ കാണപ്പെട്ടു. ഉൻകാ ചെഹ്റ സദാ ഏക താജെ ഭൂൽ കി തരഹ. മമ്മയുടെ മുഖം വിടർന്ന പുഷ്പം പോലെ കാണപ്പെട്ടു. ഉൻകെ മുഖമണ്ഡൽ പർ ऐसी आभा बनी रहती थी. മമ്മയുടെ മുഖത്ത് ഈ ആഭാമണ്ഡലമായിരുന്നു. कोई भी न कह सकता कि उनका ആ ശോഭ, ആഭ, തേജസ് കണ്ടാൽ ആർക്കും തോന്നുമായിരുന്നില്ല മമ്മയുടെ ശരീരം
रोगी शरीराണ്. माँ तो इस परीक्षा पत्र को हल्के रूप में लेते, കാരണം അമ്മ ആ പരീക്ഷ വളരെ ലൈറ്റായിട്ടാണ് എടുത്തത്. ഇത്തന മാനസിക് സന്തുലൻ ബനായേ, ആന്തരികമായി അമ്മ വളരെ സന്തുലനം പാലിച്ചിരുന്നു. जो सब यज्ञवत्सों के सामने एक अनुकरणीय एवं उज्ज्वल उदाहरण था. ഇത് യജ്ഞപുത്രർക്ക് മുന്നിൽ മമ്മയുടെ ഈ പരീക്ഷയും ആ പരീക്ഷ സമയത്തെ മമ്മയുടെ സുസ്ഥിതിയും എല്ലാവർക്കും ഉജ്ജ്വലമായ ഒരു മാതൃകയായി മാറി. और सामान्य लोगों के लिए तथा डॉक्टरों के लिए, ബാക്കി മമ്മയെ കണ്ട സാധാരണക്കാർക്കും ചികിത്സിച്ച ഡോക്ടർമാർക്കും ഒരത്ഭുതവുമായിരുന്നു. ഓം ശാന്തി. ബാബയോടൊപ്പം ഇന്ന് നമുക്ക് മാതേശ്വരിയുടെ സ്മൃതികളും ഉണർന്നു അല്ലേ. അപ്പം നമുക്കും എല്ലാവർക്കും വ്യക്തിപരമായിട്ട് ചെറുതും വലുതുമായ രോഗം നമുക്കും കുടുംബത്തിലും അല്ലേ എല്ലാവർക്കും വന്നു പോകാറുണ്ട്. പക്ഷേ പലപ്പോഴും ആ രോഗത്തിലൂടെ കടന്നു പോകുമ്പോൾ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ നമ്മുടെ മനസ്സിനെയും കൂടി ചിലപ്പോൾ രോഗിയാക്കി മാറ്റും. പക്ഷേ ഇന്ന് ബാബ എന്താ പാഠം തന്നെ, ശരീരത്തിൻ്റെ രോഗം വരുമ്പോൾ രഥിയായ എനിക്ക് രഥത്തിൻ്റെ റിപ്പയർ സാക്ഷിയായിട്ട് കാണാൻ കഴിയണം. ഇനി രോഗം വന്ന് അല്ലേ കിടപ്പിലാകുന്ന അവസ്ഥയാണെങ്കിൽ പോലും ബാബ എന്താ പറഞ്ഞ, മക്കളെ ആ സമയം ബാബയുടെ ഓർമ്മയ്ക്ക് യോഗം ചെയ്ത് ഈശ്വരീയ ശക്തിയും ആനന്ദം അനുഭവിക്കാൻ, ഏകാന്തതയിൽ പരമാത്മ സ്മൃതിയിലിരിക്കാൻ കിട്ടിയ അവസരമാണെന്ന് ശുഭവിചാരത്തോടു കൂടി നമ്മളെടുക്കുകയാണെങ്കിൽ വലിയ വിപരീത പരിതസ്ഥിതി ക്രോസ് ചെയ്യാൻ നമുക്ക് വളരെ ഭാരരഹിതമായ മനസ്സോടെ പുഞ്ചിരിക്കുന്ന മുഖത്തോടെ കഴിയും. ഇത് നമ്മളും എല്ലാവരും ഇപ്പോഴേ ചെറിയ ചെറിയ അസുഖങ്ങൾ വരുമ്പോൾ തന്നെ, പേപ്പറുകൾ വരുമ്പോൾ തന്നെ നമുക്ക് ഓരോരുത്തർക്കും ഇന്നു മുതലത് നമ്മുടെ ഒരു ധാരണയാക്കി മാറ്റാം. നമ്മുടെ കൂടെയുള്ള കുടുംബാംഗങ്ങൾക്കും അയൽക്കാർക്കും ബന്ധുമിത്രാദികൾക്കുമെല്ലാം നമ്മുടെ ഈ രാജയോഗി ജീവിതത്തിൻ്റെ ബെനിഫിറ്റ് ആ രീതിയിലൊരു മാതൃകയാക്കി നമുക്ക് മാറ്റാം. ഓം ശാന്തി.